സാറേ, കാട്ടാനകളുടെ ആക്രമണം കേരളത്തിൽ കൂടി വരികയാണ്. അതായത് ആനകൾ സഞ്ചരിക്കുന്ന വഴി ആനത്താര എന്നാണ് പറയുന്നത്. ഈ ഭൂകമ്പം അല്ലെങ്കിൽ ഇതുപോലെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്ത് പലയിടത്തും ആനത്താരകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് പലയിടത്തേക്ക് പോകാൻ കഴിയുന്നില്ല. സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, ഇവരെയൊക്കെ ആന ചവിട്ടി കൊല്ലുക. എന്താ പോം വഴി? ഇതിനകത്തൊരു ആ വിഷയത്തിൽ നമ്മൾ കാണുന്നത് പല മാനങ്ങളിൽ അതിനെ കാണണം. ഒന്ന്, ഇതിനകത്ത് പ്രാഥമികമായിട്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം എടുത്തു കഴിഞ്ഞാൽ തന്നെ എത്രയോ പേരെ ചവിട്ടിക്കൊന്നിരിക്കും. ഡെയിലിയുള്ള വാർത്തയായിട്ട് മാറി. ഒന്നും രണ്ടും പേരെയൊക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം ചവിട്ടിക്കൊല്ലുന്നത്. ഇപ്പം ഇന്നലെ അതുപോലെ തന്നെ 2 പേരെ, അല്ലേ? അതെ, തൊട്ട് അടുത്ത് ഇന്ന് നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ 2 പേരെ ചവിട്ടിക്കൊല്ലുന്നു. ചെറുപ്പക്കാർ, ഒരാളൊരു ആദിവാസിയാണെന്നാണ്. അതെ. അപ്പോൾ ഇതിനകത്ത് പ്രാഥമികമായിട്ട് സ്റ്റേറ്റിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു അവകാശം, നമുക്കുള്ളൊരു റൈറ്റ് ടു ലൈഫ്, നമ്മുടെ ജീവനുള്ള ഒരു സംരക്ഷണ അവകാശമുണ്ട്. അത് കൊടുക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ് പരാജയപ്പെട്ടു. ഇനി ബാക്കി കേന്ദ്ര വന നിയമമോ സംസ്ഥാനത്തിൻ്റെ വന നിയമം, ബാക്കി എന്ത് നിയമങ്ങളോ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ഈ സ്റ്റേറ്റിലുള്ള മനുഷ്യൻ്റെ ജീവൻ ഉറപ്പ് വരുത്തുക. സ്വത്തിന് പിന്നെയും സ്വത്തിനും കൊടുക്കേണ്ടതാണ്, പക്ഷേ ജീവനല്ലേ ആദ്യം ഉറപ്പ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നതിൽ ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടു. അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. അതായത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി തങ്ങൾക്കുണ്ടെന്നുള്ളത് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും ധാരണയില്ല, മന്ത്രിസഭയ്ക്കും ഗവൺമെൻറ്റും ധാരണയില്ല. സ്വാഭാവികമായിട്ടും താഴെ കടയിലുള്ളവർക്കും താല്പര്യമില്ല, അറിയുന്നില്ല. അതൊരു ഉത്തരവാദിത്തമാണെന്നുള്ള സാധനം. അത് നമ്പർ 1. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു വിഷയം ഉണ്ടാവും? ഇപ്പം നമുക്ക് പലതും പറയാം. കാട്ടിനുള്ളിൽ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണ് ആന ഇറങ്ങി ഇങ്ങനെ ഓടുന്നത്, അതല്ലെങ്കിൽ ആനയുടെ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ സംഖ്യ പെരുകിയിട്ടാണ്, അത് മറ്റു പല കാരണങ്ങളുണ്ടാവാം. ഇതിങ്ങനെ പലതും പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ ഈ മനുഷ്യവാസ കേന്ദ്രത്തിലേക്ക് വരുന്നു? അത് വരാനുള്ള കാരണമെന്ത്? ഒരു സ്റ്റഡി നടത്തണ്ടേ, ഒരു പഠനം നടത്തണ്ടേ, ഒരു ശാസ്ത്രീയമായൊരു പഠനം നടത്തണ്ടേ? എന്തുകൊണ്ടാണിത് വരുന്നത്? നമ്മളിപ്പം സ്വാഭാവികമായിട്ടൊരു സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ പറയാം ഭക്ഷണം തേടി വരികയാണെന്ന് പറയാൻ പറ്റും. മൃഗങ്ങളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നു, കാട്ടുപന്നിയുടെ എണ്ണം കൂടുന്നു, മറ്റു പല. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇരകളുടെ എണ്ണവും കൂടേണ്ടതല്ലേ? നമുക്കറിയില്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്തരം മൃഗങ്ങൾക്ക് ഇപ്പം കടുവയും സിംഹവും ഒക്കെ, അല്ല, പുലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഭക്ഷണമുള്ള ഇരകളാവുന്ന മൃഗങ്ങളുടെ എണ്ണം കൂടേണ്ടതാണ്. നമ്മൾ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ച് നമുക്ക് തോന്നുന്നതാണ്. ഇതൊക്കെ അതാണ് ഒരു പഠനം നടത്താതെ അറിയാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് ഇവർ വരുന്നതെന്നുള്ള സംഗതി. 2, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് ഒരൊറ്റ മനുഷ്യനെ ഇപ്പം സംസാരിക്കുന്നില്ല, ഇല്ലേ? ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ കുറേ ബിഷപ്പുമാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ ബിഷപ്പുമാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഈ ഒരു ദുരന്തത്തിലേക്ക് വഴിവെക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി. ഈ ബിഷപ്പുമാർ ഇന്നലെ ഇന്നുമായിട്ട് അതിഗംഭീരമായിട്ട് ഇറങ്ങി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പറയുന്നുണ്ട്, സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അവർക്ക് എന്ത് അധികാരമാണ്? ഈ ഗാഡ്ഗിൽ 5 വർഷത്തിനകം കേരളം അത് അനുഭവിക്കുമെന്ന് പറഞ്ഞു. ഇത്രയും പെട്ടെന്ന് ഗാഡ്ഗിൽ പറഞ്ഞ സംഗതികൾ കേരളത്തിൽ, ആ റിപ്പോർട്ടിൽ പറഞ്ഞ സംഗതികൾ യാഥാർത്ഥ്യമാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ ഇത് വനത്തിൻ്റെ മേഖലയിലേക്ക് കുടിയേറി കയ്യേറി അത് ജനവാസ മേഖല ആക്കി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ശരിക്കും മൃഗങ്ങളുടെ സ്ഥലത്തേക്ക്, അവരുടെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു കയറി ചെന്നു. പിന്നെ മറ്റൊന്ന്, ഈ ലക്ഷക്കണക്കിന് ഏക്കറുകളോളം വെട്ടി വെളുപ്പിച്ചിട്ട് എസ്റ്റേറ്റുകളാക്കി. ടീ എസ്റ്റേറ്റും റബ്ബർ എസ്റ്റേറ്റും ടീക്ക് എസ്റ്റേറ്റും ഈ വനം വകുപ്പ് ഉൾപ്പെടെ ആയിട്ടുണ്ട്. അപ്പം വനത്തിൻ്റെ സ്വാഭാവികതയും അതിൻ്റെ തോതും കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നശീകരണങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ ഈ ഞാൻ പറഞ്ഞ ബിഷപ്പുമാരുടെ, ഇപ്പം നമ്മൾ ഏത് വനമേഖലയിലേക്ക് എടുത്ത് ഇപ്പം മൂന്നാറിലേക്ക് നിന്ന് നോക്കുക. ഈ മൂന്നാറൊക്കെ വരാൻ പോകുന്ന ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് വിധമുള്ള ദുരന്തമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അവിടെ മുഴുവൻ കുരിശിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കയ്യേറ്റത്തിന് വേണ്ടി മാത്രമാണ്, അല്ലേ? ഇപ്പം മറിച്ച്, അതായത് ഈ വെട്ടിപ്പിടിക്കൽ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രമാണ്. അത് നാളത്തെ ബിഷപ്പ് തന്നെ പറയുകയുണ്ടായി കഴിഞ്ഞ ഒരു മറയൂർ സംഭവം ഉണ്ടായ സമയത്ത്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം തന്നെ ഇതിനെതിരെ ഒന്ന് ശബ്ദിച്ചൊരു നമ്മുടെ ജനപ്രതിനിധിയായിരുന്നു പി.ടി. തോമസ്, അല്ലേ? പക്ഷെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അവിടെ നിന്ന് ജീവൻ കൊണ്ട് ഒരു വിശദീകരണം, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി വിശദീകരണ യോഗം വിളിച്ചിട്ട് വിശദീകരിക്കാൻ അദ്ദേഹത്തിനെ അനുവദിച്ചതുമില്ല. അദ്ദേഹം തടികൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെടുകയും പിന്നീട് ഈ ബിഷപ്പുമാർ പി.ടി. തോമസ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശവഘോഷയാത്ര നടത്തുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോഴാണ് എപ്പോൾ വരുമെന്ന് പറയുന്നു ജനങ്ങൾക്ക് അവിടെ രക്ഷയില്ല,
അല്ലേ? അതെ ഇപ്പോഴും ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് മിണ്ടിക്കഴിഞ്ഞാൽ ഇവർ രംഗപ്രവേശം ചെയ്യും. അതെ, അത് തൊടാൻ പാടില്ല. അതിനുശേഷം അത് ഡയല്യൂട്ട് ചെയ്തിട്ടുള്ള കസ്തൂരിരംഗൻ റിപ്പോർട്ട് അതുപോലും നടപ്പിലാക്കാൻ പാടില്ല. ഇപ്പോഴും വനമേഖല തിട്ടപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിന് അറിയിക്കണമെന്ന് കേരളത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ വനത്തിൽ നിന്നുള്ള ചൂഷണം ആരൊക്കെയാണോ നടത്തുന്നത് അവർക്ക് എപ്പോഴും പ്രൊട്ടക്റ്റേഴ്സ് ഉണ്ടാകുന്നു അല്ലേ? അതെ, അത് രാഷ്ട്രീയക്കാർക്ക് അപ്പുറത്തേക്ക് മതവിഭാഗങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ മേലധ്യക്ഷന്മാരൊക്കെ സഹായവുമായി വരുന്നു. അല്ല, ഈ മത പുരോഹിതന്മാരുടെ ദൗത്യം ഇതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഈ പിന്നെ അവരിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർ പിന്തുടരുന്ന ആൾക്കാരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് മതാധ്യക്ഷന്മാരുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഈ വനമേഖല കൈയേറി അവർക്ക് സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മറ്റൊരു വിഷയം. എന്നിട്ട് ഈ ഗവൺമെൻറ് ഇതിനകത്തൊക്കെ വളരെ ഒരു എന്താ പറയുക ഒരു കാഴ്ചക്കാരനായിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ അടുപ്പിച്ചാണ് 2 ആദിവാസികൾ ഒരു സ്ത്രീയെയും ഇപ്പോൾ ഒരു യുവാവിനെയും കൊണ്ടുപോകുന്നത് അല്ലേ? അതെ, ഇവർ കാട്ടിനകത്ത് ജീവിച്ചിരുന്ന മനുഷ്യരാണ്. ആ ആവാസ വ്യവസ്ഥയിൽ കൂടെ അവരൊരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഈ ആദിവാസികളെ ഈ അവസ്ഥയിലാക്കിയതാരാണ്? അത് ബിഷപ്പുമാരും ആലോചിക്കേണ്ടതല്ലേ? ഈ കാട്ടിനകത്ത് മൃഗങ്ങളെ, അതായത് ഘോരവനത്തിനുള്ളിൽ ഈ മൃഗങ്ങളുടെ ഇടയിൽ വളരെ സുഖകരമായിട്ട് അവരവരുടെ പിന്നെ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അന്ന് മൃഗങ്ങളൊന്നും ഇവരെ ചവിട്ടിക്കൊന്നിരുന്നില്ല. അപ്പം അവരുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചു കളഞ്ഞു. ആദിവാസികളുടെ ആവാസ വ്യവസ്ഥയും ആദിവാസികളുടെ സംസ്കാരത്തെയും അവരുടെ ശേഷിയെയും, അത് പോകുന്ന സമയത്ത് ഈ ശേഷിയെയും നശിപ്പിക്കുകയാണ് അവരുടെ. ഇപ്പോൾ കാടുമായിട്ടുള്ളൊരു സംവേദനമുണ്ട് ആദിവാസിക്ക്. അതായത് ഒരു സംഗതി കേൾക്കുമ്പോഴും ഗന്ധം കേൾക്കുമ്പോഴും അനക്കം കേൾക്കുമ്പോഴും ചലനം കേൾക്കുമ്പോഴും ഒക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു മൃഗത്തിൻ്റെ തന്നെ പിന്നെ ഈ ശബ്ദം വരുന്നതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആദിവാസിക്ക് അറിയാൻ പറ്റും അത് ഇര തേടിയാണോ വരുന്നത് അതോ അല്ലാതെ പോവുകയാണെന്നുള്ളത്. അപ്പോൾ അത്തരം അറിവുകളൊക്കെയാണ് ഇവരുടെ ഈ സംസ്കാരത്തിൽ, ഇവരുടെ ആദിവാസികളുടെയും ഒക്കെ ജീവിതത്തിലൂടെ അവരുടെ ആ സംസ്കാരത്തിലൂടെ അവരിൽ അന്തർലീനമായി കിടന്നത്. അത് ആവാസ വ്യവസ്ഥയുടെ നശിപ്പിച്ചതോടെ അത് പോയി. അപ്പോൾ അവരും അന്യാധീനപ്പെട്ടു. അവരുടെ ഭൂമി ഇപ്പോൾ ആരുടെ കയ്യിലായിരിക്കുന്നത്? ഇപ്പോൾ ഈ മരിച്ച വ്യക്തിക്ക് ഇന്നലെ ഇവിടുന്ന് ഒരു ടെലിവിഷൻ ചാനലിൽ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് 1 ഏക്കർ സ്ഥലം സർക്കാർ കൊടുക്കേണ്ടതാണ്, കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഈ ഒരു അവസ്ഥയിൽ പോലും ഇവർക്ക് അർഹമായത് അവർക്ക് തന്നെ അറിയില്ല, അവർക്ക് അർഹമായത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സങ്കീർണമായ വിഷയങ്ങളാണ് ഈ വിഷയത്തിൽ അടങ്ങിയിരിക്കുന്ന സംഗതി. അപ്പോൾ ഇതിനകത്ത് അടിയന്തരമായിട്ട് ശരിക്കും ഇപ്പോഴും ചെയ്യാനുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗാഡ്ഗിൽ റിപ്പോർട്ട് എടുത്ത് വീണ്ടും ഈ പറഞ്ഞതുപോലെ കേരളത്തിലൊരു പൊതു ചർച്ച നടത്തി. കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ട് വായിക്കാൻ പോലും സമ്മതിക്കുന്നില്ല അവർ. എന്നാൽ ഗവൺമെൻറ് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്, അതുമില്ല. ഇപ്പോൾ ചൂരൽമലയിലുള്ള ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് നമ്മൾ ഫണ്ട് കണ്ടെത്തുന്നുണ്ട്. അത് ദുരന്തം വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കുറച്ച് ഫണ്ട് കണ്ടെത്തി ഇങ്ങനെയുള്ള ആൾക്കാരെ പുനരധിവസിപ്പിക്കുകയോ അവർക്ക് ഉപജീവനത്തിനുള്ള മാർഗ്ഗം ഒപ്പിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കണ്ടെത്തേണ്ട ഒരു അങ്ങനെ ഉള്ള രീതിയിലൊക്കെ ആലോചിച്ച് പരിഹാരം കണ്ടെത്തേണ്ട ഒരു വിഷയമാണിത്. പിന്നെ ഈ ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, അതിനെ എങ്ങനെ തടയാൻ പറ്റും? അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ ശാസ്ത്രീയമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ പരിഹാരം കാണാത്ത വിഷയങ്ങളുണ്ടോ? നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റില്ലേ? ഇപ്പം ടെക്നോളജി ഉപയോഗിച്ച് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആനകളെ പിന്നെ വരുന്ന സമയത്ത് തിരിച്ചു പറഞ്ഞയക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ലേ? ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിലെയോ ഒരു പിന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ അതല്ലെങ്കിൽ അതേപോലെ ഉള്ളൊരു വിദ്യാർത്ഥികളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റായിട്ട് കൊടുത്തപ്പോൾ അവർ ചെയ്തു തരും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഗവേഷണങ്ങൾ നടത്തി ആ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ മൃഗങ്ങളെ എങ്ങനെ പുറത്തേക്ക് വരാതെ കാട്ടിലേക്ക് തിരിച്ചയക്കാൻ പറ്റും, അതിനെങ്ങനെ എങ്ങനെ നമ്മളുടെ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള പലവിധ ആലോചനകളിലൂടെ ഈ ഒരേ സമയത്ത് തന്നെ അവിടെയുള്ള ആളുകളെ പിന്നെ ഈ ഏറ്റവും കൂടുതൽ ആക്രമണ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടും ഒക്കെ എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് മാറ്റേണ്ടവരെ മാറ്റി പുനരധിവസിപ്പിച്ച് അവരെ വഴിയാധാരമാക്കാനും പാടില്ല, അവർ മാറ്റുകയും പുനരധിവസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ മൃഗങ്ങളെ ഒരു ഈ പറഞ്ഞതുപോലെ ഫിസിക്കൽ അല്ലാതെ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് സാങ്കേതിക വിദ്യയിലൂടെ എങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങാതെ സൂക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഗവേഷണമോ അല്ലെങ്കിൽ ഒരു വിദ്യകളോ കണ്ടെത്തിയിട്ട് അവരെ അതിനകത്ത് ഒതുക്കി നിർത്തി അങ്ങനെ ഇതിനെ പരിഹരിക്കാൻ നോക്കണം.
ഇതൊക്കെ ഞാൻ പറഞ്ഞത് കൂടിയാലോചനകളിലൂടെയും പഠനങ്ങളിലൂടെയും മാത്രമേ നടക്കത്തുള്ളൂ. പക്ഷെ അതിന് ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. ഇനിയെങ്കിലും വിദഗ്ധരെയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ച് അതിനെക്കുറിച്ചൊരു പഠനം നടത്തി പെട്ടെന്ന് തീരുമാനം എടുക്കല്ലേ. ഈ മരിക്കുന്ന മനുഷ്യരെ നോക്കുക, അർദ്ധപട്ടിണിക്കാരാണ്. അതെ അല്ലേ? മറിച്ച് അവരുടെയൊക്കെ വസ്തുക്കളും മറ്റേതുമൊക്കെ കയ്യേറി ഇപ്പം നമ്മുടെ ബിഷപ്പുമാരെ എടുത്ത് നോക്കുക. ആ ബിഷപ്പുമാർ തന്നെ ഇതെല്ലാം വളരെ സുഖലോലുപതയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അതെ. ഈ മരിക്കുന്ന മനുഷ്യർക്ക് മനുഷ്യ കോലമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ? അത്രേ ഉള്ളൂ. അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റി അവർക്ക് ഇത്തിരിയുടെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു പുനരധിവാസമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കണം. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. മനുഷ്യൻ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യനായിട്ട് ജീവിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലേ? അതെ. അപ്പോൾ അതിനൊരു പരിഹാരം കാണുന്നതിലേക്ക് ഇവിടുത്തെ സർക്കാർ, ഇപ്പം വനം മന്ത്രിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം അദ്ദേഹത്തിനില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ ശാരീരികമോ മാനസികമായിട്ടുള്ള ഒരുപാട് ദൗർബല്യങ്ങളുണ്ടാവാം. പക്ഷേ അവശേഷിക്കുന്ന ശേഷി മുഴുവൻ അദ്ദേഹം എങ്ങനെ തൻ്റെ ആകെ എണ്ണിയാൽ വിരലിലെണ്ണാവുന്ന പാർട്ടി അംഗങ്ങളുള്ള ആ രാഷ്ട്രീയ കക്ഷിയിലെ പ്രസിഡന്റിനെ പുറത്താക്കിയിട്ട് തൻ്റെ സ്ഥാനം ഉറപ്പിക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് അദ്ദേഹം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലേക്കൊന്നും ശ്രദ്ധിക്കാനും പറ്റത്തില്ല. പക്ഷേ ഒരു ഗവൺമെൻറ്, മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഗവൺമെൻറ്റും ഇതൊരു വിഷയം ശ്രദ്ധിക്കണം. കാരണം മനുഷ്യരെ ഇങ്ങനെ ചവിട്ടിക്കൊന്നുകൊണ്ടിരിക്കുക എന്തൊരു കഷ്ടമാണത്. അതെ. എന്തായാലും അടിയന്തര പരിഹാരമൊക്കെ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷ നമ്മൾ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? അതെ. ഇതിപ്പോൾ ഈ പ്രതിപക്ഷം പോലും ഇതിനെ ആ ഒരു സമീപനത്തിലേക്ക് ഇതിനെ കാണുന്നില്ല. മറിച്ച് നിലവിലുള്ള ഗവൺമെൻറ്റിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു വടിയായിട്ടാണ് പ്രതിപക്ഷം ഉപയോഗിക്കുന്നത്. പക്ഷെ എല്ലാ വിഷയങ്ങളും അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.